നമുക്ക് ഒരു പരിധിവരെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്ന ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഏതെങ്കിലും അറ്റ് പ്രസൻറ്റ് ഇപ്പോഴത്തെ അറ്റ് ദി മൊമെൻറ്റിൽ നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതൊന്നും ബാധിക്കുന്നില്ല, അത് നാളത്തെ ഒരു സിറ്റുവേഷനെ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു സിറ്റുവേഷനെ പറ്റിയാണ് നമ്മൾ ഈ ആലോചിച്ച് തല പൊതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുക. ഇപ്പം ഞാൻ നല്ല സ്മൂത്തായിട്ട് ശ്വാസം വലിക്കുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് മീതെ ഒരു കൂരയുണ്ടല്ലോ, ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ഡെയിലി ചെയ്യാനുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റി നമ്മൾ ഈ വരുന്ന ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടിനെ നമ്മളൊരു ക്വസ്റ്റ്യനായി കാണുകയും അതിന് ഇത്തരത്തിൽ നമ്മളൊരു മറുപടി കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇതിങ്ങനെ പിന്നെ വരില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ് പോലത്തെ കാര്യങ്ങളാണ്. നമ്മൾ ഇതിങ്ങോട്ട് തലയിൽ കുന്നുകൂടി ഭയങ്കര പ്രയാസമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഞാനിപ്പോൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ്. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെ, ഇപ്പം ഞാൻ തോട്ടെല്ലാം നിർത്തിയിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യട്ടെ, എന്നിട്ട് സൊല്യൂഷൻ കാണാം, ജസ്റ്റ് ഒന്ന് തള്ളി വെച്ചാൽ മതി. എന്നിട്ട് നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കുകയാണെങ്കിൽ ഒരു 4 എണ്ണുന്നത് വരെ ഇൻഹെയിൽ ചെയ്യുക, ഒരു 2 എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യുക, ഒരു 8 എണ്ണുന്നത് വരെ സ്ലോലി എക്സെയിൽ ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു 5ഓ 10ഓ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് നമ്മളെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കത് രക്ഷപ്പെടാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം, എല്ലാ കുട്ടികളും നമ്മൾ ശീലിപ്പിച്ചിരുന്നൊരു കാര്യമാണ് ഡയറി എഴുതുക എന്നുള്ള രീതി. ഇന്ന് നടന്ന കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഒരു ദിവസത്തിൽ നെഗറ്റീവിനേക്കാൾ ഉപരി നമുക്ക് പോസിറ്റീവുകളാണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അതന്നെയാണ് ഈ ജേർണലിങ്ങിലും പറയുന്നത്. നമ്മളുടെ പ്രസൻറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായി സംഭവിച്ചൊരു കാര്യമായിക്കോട്ടെ അതിനെപ്പറ്റി എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും, അതിൻ്റെ സൊല്യൂഷനെ പറ്റി ഒന്നുകൂടി ചിന്ത വരും. അപ്പോൾ നമുക്ക് ഈ ജേർണലിംഗ് നടത്തുമ്പോഴേ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എഴുതുമ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ, അല്ലാത്തപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആകുലപ്പെടേണ്ടതില്ല. ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവുകളെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഓവർ തിങ്കിങ് നമുക്ക് എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റും. അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഓവർ തിങ്കിങ് നമുക്കൊരു സ്ട്രെസ്സായിട്ടും ആങ്സൈറ്റി ആയിട്ടൊക്കെ അങ്ങനെ ഡെവലപ്പ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡറിലോ ഡിപ്രഷനിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക OCD പോലത്തെ ഒബ്സസീവ് കമ്പൽസീവ് തോട്ട്സ് ഉള്ള ഡിസോർഡറുകളിലോ ഒക്കെ നമ്മൾ എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിലും വിഷമിക്കേണ്ട, ഞാനിവിടെ ഉണ്ട്, നിങ്ങളുടെ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റ്. നമുക്ക് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉപയോഗിച്ച് പുഷ്പം പോലെ അതിനൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്.